പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റാണ് ഡോക്ടർ ടോബി കിയേഴ്സ് എന്നറിയപ്പെടുന്നത്. ഡോക്ടർ ടോബി കിയേഴ്സ് ആണ്. ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് അദ്ദേഹം നോബൽ പ്രൈസ് ലഭിച്ചത്. പരിസ്ഥിതി നോബൽ എന്നറിയപ്പെടുന്ന ടൈലർ പ്രൈസ് 2026 നേടിയ അമേരിക്കൻ ഇവല്യൂഷണറി ബയോളജിസ്റ്റാണ് ഡോക്ടർ ടോബി കിയേഴ്സ് എന്നറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ഭൂമിക്കടിയിലുള്ള ഫംഗൽ നെറ്റ്വർക്കുകളെ പറ്റിയുള്ള ഗവേഷണത്തിനാണ് പ്രൈസ് ലഭിച്ചത്. ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത് ഏത് പ്രാണിവർഗമാണ്? ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾ, സ്റ്റിംഗ്ലെസ് ബീസിനാണ് നിയമപരമായ അവകാശം ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്. പെറുവിലെ സാറ്റിപ്പോ, നൗറ്റ എന്നീ മുനിസിപ്പാലിറ്റികളിലാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള തേനീച്ചകളുടെ അവകാശത്തിന് നിയമപരമായ അവകാശങ്ങൾ നൽകിയത്. പെറുവിലെ സാറ്റിപ്പോ, നൗറ്റ എന്നീ മുനിസിപ്പാലിറ്റികളിലാണ് നിലനിൽക്കാനും അഭിവൃദ്ധിപ്പെടാനുമുള്ള തേനീച്ചകളുടെ അവകാശത്തിന് നിയമപരമായ അവകാശങ്ങൾ നൽകിയത്. ആമസോൺ കാടുകളിലെ കൊമ്പില്ലാത്ത തേനീച്ചകൾക്കാണ് ലോകത്താദ്യമായി നിയമപരമായ അവകാശങ്ങൾ ലഭിക്കുന്ന പ്രാണിവർഗമായി മാറിയത്. ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത് എവിടെയാണ്? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനാണ് ഇന്ത്യൻ റെയിൽവേ ആദ്യമായി ഹ്യൂമനോയിഡ് AI റോബോട്ടിനെ അവതരിപ്പിച്ചത്. ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതിയാണ് ബോർഡ് ഓഫ് പീസ് എന്നറിയപ്പെടുന്നത്. ആഗോള സംഘർഷ പരിഹാര വേദിയാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥാപിച്ച സമിതിയുടെ പേരാണ് ബോർഡ് ഓഫ് പീസ്. ഗാസയിലെ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു സമിതിയുടെ ലക്ഷ്യം. ഗാസയിൽ സുസ്ഥിര സമാധാനം സൃഷ്ടിക്കുക എന്നതായിരുന്നു സമിതിയുടെ ലക്ഷ്യം. ഏത് സംഘടനയായിരുന്നു? ബോർഡ് ഓഫ് പീസ്. ട്രംപാണ് സമിതിയുടെ ആജീവനാന്ത അധ്യക്ഷൻ. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. സ്വിറ്റ്സർലൻഡിലെ ദാവോസിൽ നടന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വേദിയിലാണ് സമിതിയുടെ പ്രമാണരേഖ ട്രംപ് പുറത്തിറക്കിയത്. ഗതാഗതക്കുരുക്കിൽ ലോകത്തിലെ നഗരങ്ങളുടെ ഇടയിൽ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരമാണ് ബംഗളൂരു. ഗതാഗതക്കുരുക്കിൽ ലോകത്തെ നഗരങ്ങളുടെ 2ാം സ്ഥാനത്തുള്ള ഇന്ത്യൻ നഗരം ചോദിച്ചാൽ ബംഗളൂരു ആണ്. 1ാം സ്ഥാനം മെക്സിക്കോ, 2ാം സ്ഥാനം അയർലൻഡിലെ ഡബ്ലിനാണ്. 3ാം സ്ഥാനം കിട്ടിയിരിക്കുന്നത്. 1ാം സ്ഥാനം മെക്സിക്കോ, 2ാം സ്ഥാനം ബംഗളൂരു, 3ാം സ്ഥാനം അയർലൻഡിലെ ഡബ്ലിനാണ്.